ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒമാൻ ഇന്ത്യൻ എംബസിയിൽ ഓപ്പൺ ഹൗസ് ഇന്ന് നടക്കും. എംബസി ഹാളിൽ ഉച്ചയ്ക്ക് 2:30 ആരംഭിക്കുന്ന ഓപ്പൺ ഹൗസ് വൈകുന്നേരം 4 മണി വരെ തുടരും. അംബാസിഡർ അമിത് നാരംഗും മറ്റ് ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ഒമാനിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് പരാതികളും സഹായങ്ങൾ ആവശ്യമുള്ള വിഷയങ്ങളും നേരിട്ട് എംബസി അധികൃതരെ അറിയിക്കാം. മുൻകൂട്ടി അനുമതി നേടാതെയും ഓപ്പൺ ഹൗസിൽ പങ്കെടുക്കാവുന്നതാണെന്ന് അധികൃതർ വ്യക്തമാക്കി. ഗൾഫ് കപ്പ് T20 കിരീടം നിലനിർത്താൻ ഒമാൻ UAE പുറപ്പെട്ടു. ഇന്നു മുതൽ 21 വരെ ദുബൈയിലാണ് ടൂർണമെന്റ് നടക്കുന്നത്. ഒമാൻ, UAE, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, സൗദി അറേബ്യ എന്നീ 6 ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുക. നാളെ ആതിഥേയരായ UAEക്കെതിരെയാണ് ഒമാന്റെ ആദ്യ മത്സരം. തുടർന്ന് ഖത്തറിൽ ഡിസംബർ 15, കുവൈറ്റ് 17, ബഹ്റൈൻ ഡിസംബർ 18, സൗദി അറേബ്യ ഡിസംബർ 19 എന്നിവയ്ക്കെതിരെയാണ് മറ്റ് മത്സരങ്ങൾ. ഡിസംബർ 21 ഫൈനൽ മത്സരം. ആദ്യഘട്ട മത്സരങ്ങൾ ICC അക്കാദമി ഗ്രൗണ്ടിലാണ് നടക്കുക. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാകും ഫൈനൽ അരങ്ങേറുന്നത്. കഴിഞ്ഞ വർഷം നടന്ന പ്രഥമ ഗൾഫ് കപ്പിൽ UAE പരാജയപ്പെടുത്തിയാണ് ഒമാൻ കിരീടം സ്വന്തമാക്കിയത്. ഗൾഫ് കപ്പ് 2020 മേഖലയിലെ ക്രിക്കറ്റ് രാജ്യങ്ങൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും കായിക രംഗത്ത് വളരാനുമുള്ള മികച്ച വേദിയാണിത്. പരിചയസമ്പന്നനായ ക്യാപ്റ്റൻ ജതീന്ദർ സിംഗിന്റെ നേതൃത്വത്തിൽ ഇറങ്ങുന്ന ടീം വീണ്ടും കപ്പ് ഉയർത്തുമെന്ന പ്രതീക്ഷയിലാണ് ക്രിക്കറ്റ് പ്രേമികൾ. ഒമാന്റെ ആകാശത്ത് ഇന്നും നാളെയും ഉൽക്കാവർഷം കാണാം. ജെമിനിഡ് ഉൽക്കാവർഷം ഇന്ന് അർദ്ധരാത്രിയും നാളെ പുലർച്ചെയും ദൃശ്യമാകുമെന്നും നിരീക്ഷണത്തിന് സൗകര്യമൊരുക്കിയതായും അധികൃതർ അറിയിച്ചു. എല്ലാ വർഷങ്ങളിലും സംഭവിക്കുന്ന ഈ ഉൽക്കാമഴയാണിതെന്നും ഒമാൻ ജ്യോതിശാസ്ത്ര സൊസൈറ്റി അംഗം റയാൻ ബിൻ സയ്യിദ് അൽ റുവൈഷ്ദിയെ ഉദ്ധരിച്ച് ഒമാൻ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. എങ്കിലും പൂർണ്ണചന്ദ്രൻ കാരണം ഈ വർഷത്തെ ഇവന്റ് വെല്ലുവിളിയായി മാറിയേക്കാം. സെക്കൻഡിൽ 35 കിലോമീറ്റർ വേഗതയിൽ ധാരാളം ജെമിനിഡ് ഉൽക്കകൾ വർഷിക്കും. ഉൽക്കകൾ കണ്ടെത്താനും കണ്ണുകൾക്ക് ഇരുട്ടിനോട് പൊരുത്തപ്പെടാനും കണ്ണുകൾക്ക് കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും നൽകേണ്ടത് അത്യാവശ്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഉൽക്കകൾ അർദ്ധരാത്രിക്ക് ശേഷമാണ് ദൃശ്യമാവുക. പ്രാദേശിക സമയം പുലർച്ചെയോടെയാണ് ഏറ്റവും മികച്ച കാഴ്ച സമയം. ഈ അത്ഭുതം കാണാനായി ടെലസ്കോപ്പുകളുടെ ആവശ്യമില്ല. ഒമാനിൽ കാലാവസ്ഥയിൽ പ്രകടമായ മാറ്റം വരുമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ അറിയിപ്പ്. നാളെ മുതൽ തിങ്കളാഴ്ച വരെ ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ ഭാഗികമായി മഴ ലഭിക്കും. മുസന്തം ഗവർണറേറ്റിന്റെയും തീരപ്രദേശത്ത് മഴയ്ക്ക് സാധ്യതയുണ്ട്. ഒമാന്റെ ഭൂരിഭാഗം തീരങ്ങളിലും ഉയർന്ന തിരമാലകളും ഉണ്ടാകും. മരുഭൂമിയിലും തുറന്ന പ്രദേശങ്ങളിലും പൊടിക്കാറ്റും താപനിലയിൽ വലിയ കുറവും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. വ്യക്തിഗത ആദായ നികുതി നിയമം നടപ്പിലാക്കുന്നത് താൽക്കാലികമായി നീട്ടിവെക്കാൻ ഒമാൻ. നിയമം നടപ്പിലാക്കുന്നതിന് മുമ്പ് ആഴത്തിലുള്ള പഠനം നടത്തേണ്ടതുണ്ടെന്ന നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കഴിഞ്ഞ ദിവസം ചേർന്ന സ്റ്റേറ്റ് കൗൺസിൽ അംഗങ്ങൾ ഇതിന് അനുകൂലമായി വോട്ട് ചെയ്തു. സ്റ്റേറ്റ് കൗൺസിൽ ചെയർമാൻ ഷെയ്ഖ് അബ്ദുൽ മാലിക് അബ്ദുള്ള അൽ ഖൈലിയുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. വ്യക്തിഗത നികുതി നിയമത്തിന്റെ കരട് രേഖയിൽ വ്യക്തിഗത ആദായ നികുതി നിരക്ക് 15% നിന്നും 5% കുറയ്ക്കുന്നതിനും അംഗങ്ങൾ ഏകകണ്ഠമായി വോട്ട് ചെയ്തു. നികുതി നടപ്പിലാക്കുന്നതിൽ പ്രതീക്ഷിക്കുന്ന ഗുണപരവും പ്രതികൂലവുമായ പ്രത്യാഘാതങ്ങൾ വിലയിരുത്തുക എന്ന ലക്ഷ്യത്തോടെ കരട് നിയമം പഠിക്കാനും സ്റ്റേറ്റ് കൗൺസിലിന്റെ സാമ്പത്തിക ധനകാര്യ സമിതി തീരുമാനിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.